ജീവിതവും മരണവും, എത്ര കാലം എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ മരിക്കുന്നു, എല്ലാം തീരുമാനിക്കുന്ന റബ്ബിന് ഇത്, ആ റബ്ബിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇത് എളുപ്പമാണ്, അല്ലാത്തവർക്ക് പ്രയാസമാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവ്, റഈസുൽ മുഫസ്സിരീൻ, ഇബ്നു അമ്മി റസൂലില്ലാഹ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ത്വായിഫിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. മക്കയിലെ അൽ മസ്ജിദുൽ ഹറാമിൽ ദർസ് നടത്തിയിരുന്ന, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മകൾക്ക് സുഖമില്ല എന്ന് അറിഞ്ഞിരുന്നു. ആ മകൾ മരണപ്പെട്ടു എന്ന വിവരം മക്കയിലേക്കുള്ള വഴിയിലാണ് ഇബ്നു അബ്ബാസ് എന്നവർ അറിയുന്നത്. ഫനസല അൻ ദാബത്തിഹി, വാഹനം അവിടെ നിർത്തി, തന്റെ മൃഗത്തെ അവിടെ കെട്ടിയിട്ടു, താഴെ ഇറങ്ങി. എന്നിട്ട് മഹാനവറുകൾ റളിയല്ലാഹു അൻഹു വിശുദ്ധമായ മക്കയിലേക്ക് തിരിഞ്ഞിട്ട് സ്വല്ലാ റക്അതൈൻ, നിങ്ങളുടെ മകൾ മരണപ്പെട്ടു എന്നൊരാൾ വിളിച്ചു പറഞ്ഞപ്പോ 2 റക്അത്ത് നിസ്കരിച്ചു. ثم رفع رأسه إلى السماء, ആകാശത്തേക്ക് തലയുയർത്തി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ അല്ലാഹുവേ ലക്കൽ ഹംദ്, നിനക്ക് സ്തുതി റബ്ബേ, അൽഹംദുലില്ലാഹ് വ ഇന്നാ ലില്ലാഹ്, അല്ലാഹുവേ ഞങ്ങളെല്ലാം നിനക്കുള്ളവരാണ്. ഔറത്തുൻ സതറഹല്ലാഹ്, എന്റെ മോളെ റബ്ബേ നീ മറച്ചു വെച്ചല്ലേ, കൊണ്ടുപോയല്ലേ. വമസൂമഊനതുൻ കഫാഹല്ലാഹ്, ആ മോൾക്ക് വേണ്ടി ഇനി ഒരു ചെലവും വാപ്പയായി എനിക്കിനി വഹിക്കേണ്ടതില്ല, എല്ലാം അല്ലാഹുവേ നീ ഏറ്റെടുത്തല്ലോ. വഅജ്റുൻ സാഖഹുല്ലാഹ്, എനിക്ക് അല്ലാഹു കൊണ്ടുതന്ന ഒരു പ്രതിഫലമാണിത്, സ്വർഗമാണിത് എന്ന് പറഞ്ഞ് അല്ലാഹുവിന് ശുക്ർ ചെയ്ത് തുമ്മ റഖിബ, ആ വാഹനം കയറി തിരിക്കുകയാണ് മഹാനവറുകൾ റളിയല്ലാഹു അൻഹു. ഞാൻ പറയുന്നത്, ഈമാൻ ഖൽബിലേക്ക്, ബാശറ ഖൽബുൽ ഈമാൻ, ആരുടെയെങ്കിലും ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചമിറങ്ങുകയാണെങ്കിൽ ദുന്യാവിലെ പ്രതിസന്ധികളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി പോലും നമുക്ക് നിസ്സാരമായി ബോധിക്കാൻ കഴിയും. വേദന വേണ്ടെന്നല്ല പറഞ്ഞത്, വേദനിക്കും, കരയും. പുണ്യ നബി ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്, നബി എന്താണ് ഈ കരച്ചില്, അങ്ങ് കരയുകയാണോ? ഹബീബായ തങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്, സഅദേ ഇത് വെപ്രാളപ്പെടലല്ല, അള്ളാഹുവിന്റെ ഖളാഇൽ അവിശ്വസിക്കുന്നതോ ഖളാഇനെ പഴിചാരുന്നതോ അല്ല. തിൽക റഹ്മത്തുൻ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദി, അള്ളാഹുവിന്റെ അടിമകളിൽ, അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു നിക്ഷേപിക്കുന്ന കരുണയാണിത്. മനുഷ്യൻ കരഞ്ഞു പോകും, സങ്കടപ്പെടും, സ്വാഭാവികമാണ്. വലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുനാ, അള്ളാഹു ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മുടെ നാവ് കൊണ്ട് പറയില്ല. സഅദേ, കരയുന്നത് സ്വാഭാവികമാണ്. ഈ കരച്ചിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹു നൽകിയ കരുണയാണ്, റഹ്മത്താണ്. നമ്മൾ റഹ്മത്തിന്റെ ആളുകളല്ലേ, കരയാതിരിക്കാൻ പറ്റുമോ? കരഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കുന്നു, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതേ പറയുകയുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ബിൻ സൽമാൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി, താബിഈങ്ങളിൽ കഴിഞ്ഞു പോയ മഹാൻ, അവരുടെ കരളിന്റെ കഷ്ണമായ പിഞ്ചുമോൻ മരണപ്പെട്ടപ്പോ ആ മോനെ മറവ് ചെയ്തിട്ട് പറഞ്ഞു, കുല്ലു ദാലിക ഫീ കിതാബ്, അല്ലാഹുവേ എല്ലാം നീ നിശ്ചയിച്ചു വെച്ചു. അൽഹംദുലില്ലാഹ് വ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, പടച്ചവനെ ഞങ്ങളെല്ലാം നിനക്കുള്ളവർ, നിന്നിലേക്ക് യാത്രയാകുന്നവർ. അല്ലാഹുമ്മ ഇന്നി അർജൂക ലഹ്, പടച്ചവനെ എൻ്റെ മകന് പ്രതീക്ഷ നീയാണ്. വ അഖാഫുക അലൈഹി, എൻ്റെ മകന് ശിക്ഷ വല്ലതും വന്നു പോകുമോ എന്ന് നിന്നെക്കുറിച്ച് തന്നെയാണ് എനിക്ക് പേടിക്കാനുള്ളത്. അല്ലാഹുവേ എൻ്റെ റജാ നീ സാധിപ്പിക്കണേ. അല്ലാഹുമ്മ ഫഹഖ്ഖിഖ് റജാഇ ഫീ വ ആമിൻ ഖൗഫി അലൈഹി, എനിക്കെൻ്റെ മകന് ശിക്ഷ ലഭിക്കുമോ എന്ന് പേടിയുണ്ട്, പടച്ചവനെ കാക്കണേ, എൻ്റെ മകൻ അനുഗ്രഹം ചെയ്യണേ എന്ന് പറഞ്ഞ് മഹാനവറുകൾ അല്ലാഹുവിൻ്റെ ഈ പരീക്ഷണത്തെ ഏറ്റുവാങ്ങുന്നൊരു രംഗം നോക്കണം. യാ അല്ലാഹ്, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിജാലങ്ങളെ മുഴുവനും അല്ലാഹു പടക്കുന്നതിന്റെ 50,000 സന, 50,000 വർഷങ്ങൾക്ക് മുമ്പ്, 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രേഖപ്പെടുത്തി വെച്ച അഖ്ദാറുകൾ, അല്ലാഹുവിന്റെ ഖദറും ഖലാഉം
ഇത് പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയും, അള്ളാഹുവിന്റെ ഡിവൈൻ ഡെസ്റ്റിനി. ഇതിൽ വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അത് വിശ്വസിക്കാതെ രക്ഷപ്പെടുക സാധ്യമല്ല. വല്ലാഹി ലൗ അൻഫഖ അഹദുക്കും മിഥല ഉഹുദിൻ ദഹബൻ യുൻഫിഖുഹു ഫീ സബീലില്ലാഹ് ലം യഖ്ബലഹു അല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. അതുകൊണ്ട് മുഅ്മിനേ, ഇത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. വിഷമങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും പ്രയാസമുള്ളതാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ പ്രയാസങ്ങളെ സ്വഹാബികൾ എങ്ങനെയാണ് തരണം ചെയ്തത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു നമ്മുടെ കൽബുകൾക്ക് ഉറപ്പ് തരട്ടെ, കൽബുകൾക്ക് അള്ളാഹു ഉറപ്പ് തരട്ടെ. പ്രയാസങ്ങളെ സ്വീകരിക്കാനും ക്ഷമിക്കാനും അള്ളാഹു നമ്മുടെ കൽബിന് ഉറപ്പ് തരട്ടെ. അള്ളാഹുവിനോട് പരീക്ഷണങ്ങളെ തട്ടി നീക്കി തരാൻ ദുആ ചെയ്യണം. അള്ളാഹുവേ, നിന്റെ ഖളാഉകളിൽ, മുബറമായ നിന്റെ ഖളാഉകളിൽ അള്ളാഹുവേ, ഞങ്ങൾക്ക് എന്തെങ്കിലും നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ പ്രയാസമുള്ളത്, യാ അള്ളാഹ്, ഈ പരിശുദ്ധമായ മജ്ലിസിന്റെയും ഇവിടെ കൂടിയ മുഅ്മിനീങ്ങളുടെ ഇബാദത്തിന്റെയും സാന്നിധ്യത്തിന്റെയും ഹഖ് കൊണ്ട് റബ്ബേ ഞങ്ങൾക്കത് തട്ടി ദൂരത്താക്കണമേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീത്ത് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അലാ ഉഹദ്ദിസുകും ബിഹദീസിൻ ലാ യുഹദ്ദിസുകും ബിഹി അഹദുൻ ഗൈരി. ഞാനല്ലാതെ ഒരാളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത ഒരു ഹദീത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നേരത്തെ പറഞ്ഞ ഹബീബിന്റെ 10 കൊല്ലം സേവനം ചെയ്ത സ്വഹാബി, ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇടയില്ല എന്ന് പറഞ്ഞു. അസ്ഹാബ് പറഞ്ഞു, ബലാ അനസേ, പറഞ്ഞു തരൂ. റളിയല്ലാഹു അൻഹു. കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൂസാ. ഹബീബായ നബി തങ്ങളുടെ അരികത്ത് ഞങ്ങൾ ഇരിക്കുന്ന ഒരു നേരം, അല്ലാഹുവേ, അത് എന്തൊരു സൗഭാഗ്യമാണല്ലേ, ഹബീബിനെ കാണാൻ കിട്ടുന്ന ഒരു സൗഭാഗ്യം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം ഇവിടെ തന്നില്ല, എന്നാൽ നാളെ പരലോകത്ത് വെച്ച് കാണാനുള്ള ഭാഗ്യം അല്ലാഹുവേ നൽകണമേ. കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൂസൻ. ഞങ്ങൾ എല്ലാവരും ഹബീബിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഹബീബിനെ വീക്ഷിക്കുകയായിരുന്നു. ഫളഹിക, പുണ്യനബി തങ്ങൾ ചിരിച്ചു. അതദ്റൂന മിമ്മ ളഹിഖ്തു, ഞാൻ എന്തിനാണ് ചിരിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് തിരുമേനി ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലൂ, അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, ഞങ്ങൾക്കറിയില്ല നബിയേ. ഹബീബായ തങ്ങളുടെ മറുപടി വന്നു, അജിബ്തു ലിൽ മുഅ്മിൻ, സത്യവിശ്വാസിയായ ഒരാണിനെ കുറിച്ചും ഒരു പെണ്ണിനെ കുറിച്ചും, സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ച് ഞാൻ ആലോചിച്ചു പോയി. ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യഖ്ളി ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹ്. അല്ലാഹു എന്ത് വിധിച്ചാലും അവർക്കത് ഖൈറാണ്. രോഗമാണെങ്കിലും, കടമാണെങ്കിലും, പ്രയാസമാണെങ്കിലും, ആരോഗ്യത്തിലെ പരീക്ഷണമാണെങ്കിലും, മക്കളിൽ പരീക്ഷണമാണെങ്കിലും, എല്ലാം മുഅ്മിനായ മനുഷ്യന് ഖൈറാണ് എന്ന് അള്ളാഹു എന്നെ അറിയിച്ചതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ പുഞ്ചിരിയുടെ പൊരുൾ അതായിരുന്നു, ലാ യുസീബുൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ ഗമ്മിൻ. മുഅ്മിനായ മനുഷ്യന് ഉണ്ടാകുന്ന സങ്കടം, മുഅ്മിനായ മനുഷ്യന് ഉണ്ടാകുന്ന ദേഹാസ്വാസ്ഥ്യം അല്ലെങ്കിൽ അസുഖങ്ങള്, വേദനകള്, ഹത്ത ശൗകത ഇശാഖുഹ, കാലിലേക്കുന്ന ഒരു മുള്ള്, ഇതിനടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ കഫറല്ലാഹു ബിഹി ഖതായാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് പണ്ഡിതനാണ് ഇബ്രാഹീമുൽ ഹർബി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്രാഹീമുൽ ഹർബി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് 11 വയസ്സുള്ള മോനുണ്ടായിരുന്നു. ഹഫിദൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു മോന്. ആ മോൻ ഹദീസും ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഇൽമും പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 11ാമത്തെ വയസ്സിൽ ആ മകനെ അള്ളാഹു കൊണ്ടുപോയി. മുഹമ്മദ് ബിൻ ഖലഫ് തങ്ങൾ പറയുന്നു, ഇബ്രാഹീമുൽ ഹർബി എന്ന പിതാവ് എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത്. മുഹമ്മദ് ബിൻ ഖലഫ് എന്നവരെ ആശ്വസിപ്പിക്കാൻ ചെന്നു. ഒരാള് ഒരു വീട്ടിൽ മരണപ്പെട്ടാൽ 3 ദിവസം അസാഇന്റെ ദിവസമാണ്. അസാ എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്ന ദിവസമാണ്. ആശ്വസിപ്പിക്കൽ പ്രത്യേകം മനസ്സിലാക്കണം. എൻ്റെ വിഷയം ആ ഭാഗമല്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ നമ്മൾ പറയുന്ന വാക്കുകളെ കൊണ്ട് വീട്ടുകാർക്ക് വേദന വരരുത്. മരിച്ചുപോയൊരു കുട്ടിയുടെ കഥ ആ വീട്ടുകാരോട് വീണ്ടും ചോദിച്ചാൽ
ഉറങ്ങിക്കിടക്കുന്ന മുറിവ് അല്ലെങ്കിൽ ഉണങ്ങാനിരിക്കുന്ന മുറിവിനെ വീണ്ടും വേദനിപ്പിക്കലാണ്. അതുകൊണ്ട് മൗനമാണെങ്കിൽ മൗനം മതി, മൗനമാണെങ്കിൽ മൗനം മതി. നിങ്ങളൊന്നും സംസാരിക്കണമെന്നില്ല. ആ വീട്ടുകാരെ പോയി ഒന്ന് കാണുക, അല്ലാഹുവിനോട് ദുആ ചെയ്തു പോരുക. ഒരുപക്ഷെ അവർക്ക് അതായിരിക്കും ആശ്വാസം. 3 ദിവസം അസാ ആണ്. തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു വീട്ടിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ആ വീട്ടുകാർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അയൽവാസികൾ. കാരണം ഫഖദ് ശഗലഹും അൻഹു മൗതു, ആ മരണം കാരണം ആ വീട്ടുകാർക്ക് പാകം ചെയ്യാൻ കഴിയില്ല, അവരുടെ മനസ്സ് അസ്വസ്ഥമാണ്. അതുകൊണ്ട് 3 ദിവസത്തോളം അയൽവാസികൾ മരണപ്പെട്ട വീട്ടുകാരെ നോക്കണം എന്ന് വരെ ശരീഅത്തിന് വീക്ഷണമുണ്ട്. മഹാഷാ അല്ലാഹ്. 3 ദിവസം അസാ ആണ്. 3 ദിവസം കഴിഞ്ഞാൽ ഔദ്യോഗികമായ ദുഃഖാചരണം കഴിഞ്ഞു. പിന്നെ സങ്കടപ്പെട്ട് ഇരിക്കുക എന്ന ഒരു രീതി ശരിയല്ലെന്നാണ് ശരീഅത്ത് പറയാൻ. മഹാനായ ഇബ്രാഹിമുൽ ഹർബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരികത്തേക്ക് അസാ ചെയ്യാൻ വന്ന മുഹമ്മദ് ബിൻ ഖലഫ് എന്നവർ പറയാൻ, ഞാൻ ചെന്ന് നോക്കുമ്പോ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സ്തുതി, ലഖദ് കുൻതു അലാ ഹുബ്ബി ലഹു അഷ്തഹി മൗത. വാപ്പ പറയാൻ, എന്റെ മോൻ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു, 11 വയസ്സുള്ള മോൻ. എന്നാലും ആ മകന്റെ മരണം എനിക്ക് പ്രയാസമായിരുന്നില്ല. മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമല്ലായിരുന്നു. അങ്ങനെയാണ് എന്റെ മനസ്സ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, യാ അബാ ഇസ്ഹാഖ്, നിങ്ങൾ ആലിമുദ്ദുന്യ, ലോകം കണ്ട ആലിമല്ലയോ? നിങ്ങൾ ഇങ്ങനെയാണോ പറയേണ്ടത്? എന്റെ മകൻ മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, എന്റെ മനസ്സ് അങ്ങനെയായിരുന്നു എന്ന് പറയാനൊക്കുമോ? നിങ്ങൾ പറയുന്നത് ശരിയാണോ? നിങ്ങളുടെ മകനാണെങ്കിലോ സബിയുൻ ഖദ് ഹഫിദൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്ത മോനല്ലയോ? വലഖൻതഹുൽ ഹദീസ് വൽ ഫിഖ്, ഹദീസും ഫിഖും പഠിച്ച മോനല്ലേ? ആ മോൻ മരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു എന്നാണോ? ഖാല നഅം, ഞാൻ പറഞ്ഞു അതെ. നിങ്ങൾക്കറിയുമോ, ആ കുഞ്ഞെങ്ങാനും എന്നെ വിട്ട് അല്ലാഹുവിലേക്ക് യാത്ര പോകുമ്പോൾ അത് കാരണം, ആ മോൻ കാരണം എനിക്കും ആ മോനും എന്റെ കുടുംബത്തിനും ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എത്രയാണെന്നറിയുമോ? അസുഖമായി കിടന്നിരുന്ന മോനായിരുന്നുവിത്. ആ അസുഖത്തിൽ മോൻ മരണപ്പെടുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് മഹാനവറുകൾ ചിന്തിക്കാൻ വേറെയും ഒരു കാരണമുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, ലഖദ് റഅയ്തു ഫീ മനാമി, എനിക്ക് അല്ലാഹു ഒരു സ്വപ്നദർശനം കാണിച്ചു തന്നു. സ്വപ്നങ്ങൾ തെളിവുകളായി ഉദ്ധരിക്കപ്പെടില്ലെങ്കിലും സ്വപ്നങ്ങളിൽ മുബശ്ശിറാത്തുകളുണ്ട്, സന്തോഷ വാർത്തകളുണ്ട്. സ്വപ്നങ്ങളിൽ പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന് മഹാന്മാർ പറയും. ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് ഈ മരണപ്പെട്ട കുഞ്ഞിന്റെ ഉപ്പ ഇബ്രാഹിമുൽ ഹർബി റഹ്മത്തുള്ളാഹി അലൈഹി കണ്ട സ്വപ്നം എന്താണ്? ഒരുപാട് മക്കള് ഖിയാമത്ത് നാൾ നടക്കുകയാണ്. കഅന്നൽ ഖിയാമത ഖാമത്, അന്ത്യനാൾ സംഭവിച്ചിരിക്കുകയാണ്. ഒരുപാട് കുഞ്ഞുങ്ങള് ബിഐദീഹിം ഖിലാലുൻ ഫീഹാ മാ, വെള്ളം നിറച്ചുകൊണ്ട് ഖിയാമത്തിന്റെ എരിപരി കൊള്ളുന്ന ചൂടിൽ ആളുകൾക്ക്, ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാൻ ഒരുപാട് മക്കള് ഓടി നടക്കുന്നത് ഞാൻ കണ്ടു. യസ്തഖ്ബിലൂനന്നാസ്, ചില ആളുകളെ ഓടിച്ചെന്നവരെ കെട്ടിപ്പുണർന്ന് വാരിപ്പുണരുന്നുണ്ട്, എന്നിട്ടവർക്ക് വെള്ളമൊഴിച്ച് കുടിക്കാൻ കൊടുക്കുന്നു. ആ ദിവസം അതിശക്തമായ ചൂടുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു മക്കളോട്, ഇസ്കിനി മിൻ ഹാദൽ മാ, കുഞ്ഞെ എനിക്ക് ഒരിച്ചിരി വെള്ളം തരൂ. ഫനദറ ഇലയ്യ, എന്നോട് നോക്കിയിട്ട് പറഞ്ഞു, ലസ്ത അബി, നിങ്ങൾ എന്റെ ഉപ്പയല്ലല്ലോ, നിങ്ങൾ എന്റെ ഉപ്പയല്ല, നിങ്ങൾ എന്റെ പിതാവല്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മൻ അൻതും, മക്കളെ നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങൾ കുഞ്ഞുനാളിൽ മരണപ്പെട്ടു പോയ മക്കളാണ്. ഞങ്ങളുടെ ഉപ്പമാർ അതിൽ ക്ഷമിക്കുകയും ഞങ്ങളുടെ ഉപ്പമാർ അള്ളാഹു കൂലി തരുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങളുടെ മരണത്തിൽ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയും ചെയ്തവരാണ്. ആ ഉപ്പയെയും ഉമ്മയെയുമാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്, അവർക്ക് വെള്ളം കൊടുക്കാൻ. ഈ വെള്ളം ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെയാണ് കുടിപ്പിക്കുന്നത് എന്നെന്നോടാ മക്കൾ പറഞ്ഞു. അവിടെ മുതലാണ് മുഹമ്മദ് ബിൻ ഖലഫെ, എന്റെ മകൻ മരിക്കുകയാണെങ്കിൽ എനിക്കും നാളെ മശ്റയുടെ ചൂടിൽ എനിക്ക് അല്ലാഹു വെള്ളം തരുമല്ലോ എന്ന് ഞാൻ കൊതിച്ചുപോയി
എന്ന് മഹാനവറുകൾ മറുപടി പറഞ്ഞിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രസവം നടന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മമാരെ നിങ്ങൾ വിഷമിക്കരുത്. ഉപ്പമാരെ, നിങ്ങൾക്ക് കൊച്ചുമക്കള് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. ബുഖാരി ഇമാമിനെ പറയുമ്പോൾ സമർക്കന്ത് ഓർമ്മ വരണം. ഇമാം ബുഖാരി തങ്ങളുടെ മഖാമുള്ളത് സമർക്കന്തിലാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവ് മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി, മഹാനവറുകൾ ജനിച്ചത് ബുഖാറയിലാണ്. സമർക്കന്തിൽ നിന്നും ഒരു 150 കിലോമീറ്റർ അപ്പുറത്ത്. പക്ഷേ സമർക്കന്തിലാണ് ബുഖാരി തങ്ങളുടെ മഖാമുള്ളത്. ബുഖാരി ഇമാം കിടക്കുന്നത് അവിടെയാണ്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ സമർക്കന്തിലൊക്കെ ഒന്ന് അതിഞ്ഞാൽ എന്തായാലും പോകണം. ഒന്ന് ഇൽമിന്റെ നാടാണ്. നമ്മുടെ നാട്ടിലേക്ക് എളിവും വെളിച്ചവും കൊണ്ടുവന്നൊരു മഹാന്റെ നാടാണ്. ഒരുപാട് മഹത്തുക്കൾ, ഇസ്ലാമിന്റെ വലിയ ചരിത്രങ്ങൾ കിടക്കുന്ന നാടാണ് സമർക്കന്ത്. ടാഷ്കന്റ് എന്ന് കുറച്ചുള്ളൂ, ഉസ്ബെക്കിസ്ഥാനിലാണ്. പഴയകാല റഷ്യ എന്ന് പറയും, ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ യഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, മാലി അബ്ദിൽ മുഅ്മിനി ഇൻദി ജസാഉൻ ഇദാ ഖബദതു സഫിയഹു മിൻ അഹ്ലി ദുനിയ ثم احتسبه إلا الجنة. മക്കൾ മരിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ, പ്രത്യേകിച്ച് മക്കളോട് പിതാവിന്റെ ഖൽബിന്റെ ബന്ധം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മാലി അബ്ദിൽ മുഅ്മിനി ഇൻദി ജസാ, മുഅ്മിനായ മനുഷ്യന് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം സ്വർഗമാണ്. എപ്പോൾ? ഇദാ ഖബൽതു സഫിയഹു മിൻ അഹ്ലി ദുനിയ, ഈ ലോകത്തവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ റൂഹ് ഞാൻ പിടിച്ചാൽ. ചിലർക്ക് വേണ്ടപ്പെട്ടത് ഉമ്മയായിരിക്കും. ഉമ്മയെ പോയി കെട്ടിപ്പിടിച്ച് കിടക്കുക, ഉമ്മയുടെ കൂടെ തന്നെ തമാശ പറഞ്ഞു, ഉമ്മക്ക് കൈകാലുകൾ മസാജ് ചെയ്തു കൊടുത്തും ഉമ്മയെ ശുശ്രൂഷിച്ചും, ഉമ്മയാണ് ജീവൻ, ഉമ്മയാണ് ജീവിതം, അല്ലെങ്കിൽ ഉപ്പയാണ് ജീവിതം, അങ്ങനെ കഴിയുന്ന ആളുകളുണ്ട്. ചിലക്കതായിരിക്കും, ചിലക്കവന്റെ ഭാര്യയായിരിക്കും, ചിലപ്പോൾ മക്കളായിരിക്കും വലുത്. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാരോ, ആ പ്രിയപ്പെട്ടവര് മരിക്കുകയാണെങ്കിൽ അതതിന് ഡിമാൻഡാണ്. ആ മരണത്തിൽ നിങ്ങൾ അള്ളാഹു പ്രതിഫലം നൽകുമെന്ന പ്രതീക്ഷയോടുകൂടെ ക്ഷമിക്കുകയും ചെയ്താൽ ഇല്ലൽ ജന്ന, അള്ളാഹു നൽകുന്ന പ്രതിഫലം സ്വർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇദാ ബുലീത ഫതിഖ് ബില്ലാഹി വറുള ബിഹി, ഇദാ ബുലീത ഫതിഖ് ബില്ലാഹി വറുള ബിഹി ഇന്നല്ലദീ യക്ഷിഫുൽ ബൽവാ ഹുവല്ലാഹു, അല്ലാഹു യുഹ്ദിഥു ബഅദൽ കർബി മൈസറതൻ ലാ തജ്സഅന്ന ഫഇന്നൽ കാശിഫല്ലാഹു. അതുകൊണ്ട് മനസ്സുകളെ പാകപ്പെടുത്തുക, മനസ്സുകളെ തയ്യാർ ചെയ്തു വെക്കുക. ഹൃദയം വലിയൊരു വിഷയമാണ്. ഹൃദയത്തിന് വരുന്ന തകരാറ്, നമ്മുടെ മനസ്സിൽ കയറി കൂടുന്ന സങ്കടം ശരീരത്തിന് രോഗങ്ങൾ വരുത്തി വെക്കുന്നതാണ് പുതിയ പഠനം. രോഗങ്ങളുടെ വലിയൊരു കാരണം മനസ്സിന്റെ ചിന്തകളാണെന്നാണ്. ഒരു ആബിദായ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിന് പ്രയാസപ്പെടണം? ലോകത്തെ വലിയ പരീക്ഷണം എന്ന് പറയുന്നത് മരണമാണ്. മരണത്തോടുകൂടെ ഈ ലോകത്തിന്റെ ചിത്രം അവസാനിക്കുകയാണ്. അതുപോലും ഇങ്ങനെയാണ് കാണേണ്ടത് എന്ന് ശറഅ് പഠിപ്പിക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് അതിലൊക്കെ പാഠമുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, ആരാണോ ചരിത്രത്തിൽ രണ്ടാം ഉമർ എന്നറിയപ്പെട്ടത്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ മകനുണ്ട് അബ്ദുൽ മലിക് എന്ന് പറയുന്ന മോൻ. ആ മോൻ മരണപ്പെടാൻ കിടക്കുമ്പോൾ യാ ബുനയ്യ കൈഫ തജിദുക്, മോനെ എങ്ങനെയുണ്ട് മോനെ നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പൊ മോൻ പറഞ്ഞു, തജിദുനി യാ അബതാഹു ഫിൽ മൗത്ത്, ഉപ്പാ എനിക്ക് മരണം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, ഞാനിതിൽ മരിക്കുകയാണെന്ന് തോന്നുന്നു. വാപ്പയും മോനും തമ്മിൽ നടക്കുന്ന സംഭാഷണം നോക്കണേ. ആ നേരത്തെ നമ്മുടെ മനസ്സെന്തായിരിക്കും? ഒന്നും വേണ്ട, ക്യാൻസറാണ്, സ്റ്റേജ് 4 എന്ന് ഡോക്ടർമാരങ്ങ് പറയുന്നതോടുകൂടെ തീർന്നു ദുന്യാവ്. തീർന്നില്ലേ? പിന്നെ എണ്ണി തീർക്കുകയാണ്. എത്ര നാൾ, എത്ര ദിവസം, ഞാൻ നേരം വെളുക്കുമോ,
അള്ളാഹു എല്ലാറ്റിനും ശിഫ നൽകാൻ കഴിയുന്നവനാണ്. ഒന്ന് കൈയുയർത്തി ദുആ ചെയ്യണേ, ഒന്ന് ആമീൻ പറയണേ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിലും ഞങ്ങളുടെ അറിവിലും പരിചയങ്ങളിലുമുള്ളവരും ഞങ്ങൾ ഓരോരുത്തരുമായും പരിചയങ്ങളിലുള്ള മുഅ്മിന മുഅ്മിനാത്തുകളിൽ അള്ളാഹുവേ മാരകങ്ങളെന്ന് ഞങ്ങൾ വിചാരിക്കുന്ന അസുഖങ്ങളുള്ളവർ, യാ അല്ലാഹ് ഇന്ന ദാലിക അലല്ലാഹി യസീർ, എല്ലാം നിനക്ക് എളുപ്പമാണല്ലോ റബ്ബേ. അള്ളാഹുവേ നീ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ നിന്റെ കാവൽ ഞങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണേ പടച്ചവനെ. നീ കാവൽ നൽകണേ റബ്ബേ, ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണമേ തമ്പുരാനെ. കൈഫ തജിദുക്, വാപ്പയും മോനും. ആരായി വാപ്പെന്നറിയോ? 22 രാജ്യങ്ങളുടെ ഭരണാധികാരി. 22 രാജ്യങ്ങളുടെ ഭരണാധികാരി. തന്റെ മകന്റെ ആ ഒരു അസുഖത്തിൽ മകനെ രക്ഷപ്പെടുത്താൻ വാപ്പക്കൊണ്ടാവില്ല. ഫഇന്നൽ കാശിഫ അല്ലാഹു, ഇതിന്റെ നിയന്ത്രണം അള്ളാഹുവിന്റെ അടുത്ത് നിന്നാണ്. ഭൂമിയുടെ 22 രാജ്യങ്ങളുടെ ഭരണം ഇവരുടെ കയ്യിലാണ്. പക്ഷെ ഈ മകന്റെ റൂഹിന്റെ വിഷയം അള്ളാഹുവിന്റെ കയ്യിലാണ്. ഒന്നും ചെയ്യാൻ പറ്റൂല. യാ ബുനയ്യ, മോനെ കൈഫ തജിദുക, എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിച്ചപ്പോ അബ്ദുൽ മലിക്കാണ് മകന്റെ പേര്. അബ്ദുൽ മലിക് എന്ന മകൻ, ഉപ്പാ തജിദുനി അബതാ, എന്റെ ഉപ്പാ ഫിൽ മൗത്ത്, മരണം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഉപ്പയുടെ വാക്ക്, യാ ബുനയ്യ മോനെ, ലഅൻ തകൂന ഫീ മീസാനി അഹബ്ബു ഇലയ്യ മിൻ അൻ നകൂന ഫീ മീസാനിക്. മോനെ, എന്റെ തുലാസിൽ നീ അനുഗ്രഹമായി വരുന്നതാണ് നിന്റെ തുലാസിൽ ഞാൻ അനുഗ്രഹമായി വരുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായില്ല? മകനെ, നീ എനിക്ക് എന്റെ നന്മ തിന്മ തൂക്കുന്ന മീസാനിൽ ഖനമായി നീ വരുന്നതാണ്. നീ കാരണം എനിക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. നിന്റെ മരണം ആദ്യം സംഭവിച്ച് ഞാൻ ക്ഷമിക്കുന്നതാണ്. നിന്റെ മുമ്പ് ഞാൻ മരണപ്പെട്ട് നീ ക്ഷമിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളും അവരും വലിയ ബുദ്ധിയുള്ള വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്, ഹിക്മത്തിന്റെ വാക്കുകൾ. മോൻ പറഞ്ഞു, യാ അബതി, ഉപ്പാ, വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഅൻ യകൂന മാ തുഹിബ്ബുഹു അഹബ്ബു ഇലയ്യ മിൻ അൻ നകൂന മാ ഉഹിബ്ബുഹു. ഉപ്പാ, ഞാൻ ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നത് സംഭവിക്കലാണ്. ഇത് പറയുന്നതോടുകൂടെ ലോകത്തോട് വിട പറഞ്ഞ മോനാണ് 18 വയസ്സിൽ താഴെ പ്രായമുണ്ടായിരുന്ന അബ്ദുൽ മലിക് ബിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ അബ്ദുൽ മലിക് എന്ന പേരുള്ള മകൻ. യാ അല്ലാഹ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി മകനെ മറവ് ചെയ്യാൻ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ നിന്നു. എല്ലാവരും ചുറ്റും നിൽക്കുന്നുണ്ട്. വല്ലാഹി, ആ മോനോട് നേരിട്ട് സംസാരിച്ചു. തൽഖീന് പറയുമ്പോ അസുഖം വരുന്ന ആൾക്കാരുണ്ട്, ഒന്ന് കേൾക്കണം. മരണം എന്ന് പറയുന്നത് ഒരു ദാറിൽ നിന്ന്, ഒരു വീട്ടിൽ നിന്ന് അടുത്ത ഒരു വീട്ടിലേക്കുള്ള യാത്രയാണ്. ആ വീട് ഈ വീടിനേക്കാളും ടോട്ടലി ഡിഫറെന്റ് ആണ്. അവിടെ കേൾക്കുന്നുണ്ട് ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം. മരിച്ചു കിടക്കുന്ന മയ്യത്ത്, അവരെ അവിടെ മറവ് ചെയ്ത് പോകുന്നവരുടെ സംസാരവും ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദവും മയ്യത്ത് കേൾക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്, അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഖബർസ്ഥാനിലേക്ക് കയറി ചെല്ലുമ്പോൾ ദുആയുണ്ട്. ഇവിടെ കിടക്കുന്ന വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ. എന്തിനാന്നറിയോ? അവർ സലാം മടക്കും എന്ന് വിചാരിച്ച് പടച്ചോന്റെ കഴിവുണ്ടെന്നല്ല ഈ പറയുന്നത്. അവർക്ക് അള്ളാഹു ഒരു ഹയാത്ത്, ഒരു ജീവിതം ഖബറിൽ കൊടുക്കുന്നുണ്ട്. അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അവർക്ക് സലാം മടക്കാൻ കഴിയും. പുണ്യ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട് എത്രയോ ഹദീസുകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുൽ മലിക് ബിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി മുജദ്ദിദാണ്, 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണെന്ന് ബിത്തിഫാഖിൽ ഉലമാ, ലോകം അംഗീകരിച്ച മുജദ്ദിദാൻ. ലോക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി തആല അലൈഹി മകന്റെ ഖബറിന്റെ അരികത്ത് നിന്ന് പറഞ്ഞു, മോനെ, വല്ലാഹി യാ ബുനൈ ലഖദ് കുൻത ബാറൻ ബിഅബീക്. മക്കളെ, ചെറുപ്പക്കാരെ,
ശ്രദ്ധിച്ചു കേൾക്കുക. നമുക്കൊരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കാം, ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കാണും, എത്രയോ ഇഷ്ടപ്പെട്ടവർ, കൂടെ പഠിച്ചവർ, ക്ലാസ്മേറ്റുകൾ, അവരൊക്കെ നമുക്ക് വലിയവർ തന്നെയാവാം. എന്നാൽ തൻ്റെ ജന്മത്തിന് കാരണക്കാരായ മാതാപിതാക്കളെക്കാളും വലുതല്ല സുഹൃത്തുക്കളാരും. ഇത് നമ്മുടെ മക്കൾ തിരിച്ചറിയണം. രക്തബന്ധത്തെക്കാളും വലുതല്ല നമ്മുടെ സൗഹൃദ ബന്ധം. രക്തബന്ധത്തിന് വലിയ കൂലിയാണ്, അത് കാത്തുസൂക്ഷിക്കുന്ന വലിയ പ്രതിഫലമാണ് ശറഅ പറയുന്നത്. ഒരു വാപ്പ മകന് കൊടുക്കുന്ന, ലോകത്ത് കൊടുത്ത സർട്ടിഫിക്കറ്റുകളിൽ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അവരുടെ മകൻ അബ്ദുൽ മലിക് എന്ന മകന് കൊടുക്കുകയാണ്. മോനെ എന്ന് വിളിക്കുകയാണ്. ആരെ വിളിക്കണമെന്നറിയോ? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മകനെ. ഇത് വെറും വർത്താനാണെങ്കിൽ മുജദ്ദിദായ മഹാൻ ഇത് ചെയ്യോ? ഉണ്ടാണ്ട് പോരൂല. എവിടെന്ന് മകനതറിയാം, മകനത് കേൾക്കുന്നുണ്ട് എന്നറിവോടുകൂടെ തന്നെയാണ് മഹാനി പറയുന്നത്. ജനങ്ങളൊക്കെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നവർ കിതാബ് സുഹുദിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും മഹാന്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ആ മോനോടാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. മോനെ, ലഖദ് കുൻത ബാറൻ ബിഅബീക്, മോനെ നിന്റെ ഉപ്പയോട് നന്നായി പെരുമാറിയിരുന്ന, ഉപ്പയെ നല്ലോണം സ്നേഹിച്ചിരുന്ന മോനായിരുന്നു നീ എന്ന് എനിക്കറിയാം. ഒരു വാപ്പ മകനോട് ഇത് പറഞ്ഞാൽ മകന് കിട്ടുന്ന ലോകത്തെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അതാണ്. സ്പോർട്സിന്, വേറെതെങ്കിലും കായികത്തിലെ ഏതെങ്കിലും മറ്റു പരീക്ഷകളിൽ കിട്ടുന്ന വിജയത്തിന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല. ഇതാണ് വലുത്. മോനെ, വാപ്പയാ എന്നോട് ഏറ്റവും നന്നായി പെരുമാറിയ മോനാണ് നീ മോനെ. വല്ലാഹി മാ സിൽതു മസ്റൂറൻ ബിക് മുൻദു വഹബകല്ലാഹു ലീ ഇലാ അൻ ഇസ്തൗദഅതുകല്ലാഹ ഫിൽ മൻസിലില്ലദീ സയ്യറകല്ലാഹു ഇലൈഹി. മോനെ, നീ ജനിച്ച നാളു മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. അല്ലാഹു നിന്നെ കൊണ്ടുപോവുകയും റബ്ബിന്റെ കരങ്ങളിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഈ നിമിഷം വരെ ഇവിടെ അങ്ങോട്ടും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്താ വേണ്ടത്? ഈ പൊരുത്തം കിട്ടിയാൽ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. മാതാപിതാക്കളുടെ പൊരുത്തം. മക്കളെ, നിങ്ങൾക്ക്, ആൺകുട്ടികളെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല സുന്ദരിമാരായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റിയെന്ന് വന്നേക്കാം ജീവിതത്തിൽ. പക്ഷേ നിങ്ങളുടെ ഉമ്മ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. നിങ്ങളുടെ വാപ്പ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. പെൺകുട്ടികളെ, യു മേ മാരി സംവൺ മോസ്റ്റ് ഹാൻസം, വളരെ ഭംഗിയുള്ള സുമുഖന്മാരായ പുരുഷന്മാരെ നിങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കിട്ടിയെന്ന് വന്നേക്കാം. പക്ഷേ they won't love you the way your mom and dad did. നമ്മൾ തിരിച്ചറിയണം, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ നിങ്ങളുടെ ഭർത്താവിനോ കാമുകനോ ഒന്നും കഴിയില്ല. Boys, you may marry the most beautiful, prettiest women on earth. They won't love you the way your mom and dad loved. തിരിച്ചറിയണം നമ്മൾ. നമ്മുടെ ഉമ്മയും വാപ്പയും സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ടൊന്നും കഴിയില്ല. ഇംപോസിബിൾ. ഇത് അല്ലാഹു നിശ്ചയിച്ചൊരു സ്നേഹമാണ്. അതുകൊണ്ട് ഖുർആൻ എടുത്തു നോക്കിയാൽ മക്കളോട് അല്ലാഹു പറയും, മക്കളെ, അനിഷ്കുർലി വലിവാലിദൈക്, നീ എനിക്ക് നന്ദി പറയണം, നിന്റെ മാതാപിതാക്കളോട് നന്ദി പറയണം. പിന്നെ പറയും, നിന്റെ മാതാപിതാക്കൾ إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما. നിന്റെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അത്തും വിത്തും പറയാൻ തുടങ്ങും. അൾഷിമേഴ്സ് വരും, മെമ്മറി ലോസ് വരും, പറഞ്ഞത് ഓർമ്മയുണ്ടാകില്ല, ആളെ തിരിച്ചറിയാതെ വരും, പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. മക്കളെ, നിങ്ങളുടെ ഉമ്മയോട് ഉപ്പയോട് ആ വാർദ്ധക്യത്തിൽ ഛേ എന്നൊരു വാക്കുപോലും പറയല്ലേ. ഖുർആൻ പറയും. ഏതെങ്കിലും വാപ്പയോട് ഖുർആൻ പറഞ്ഞോ നിങ്ങളെ മക്കളെ സ്നേഹിക്കണമെന്ന്? പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? മക്കളോടുള്ള മാതാപിതാക്കളുടെ സ്നേഹം ഇറ്റ് ഈസ് ഓൾറെഡി എംബെഡഡ് ഇൻ ദ ഹ്യൂമൻ മൈൻഡ്സ്. അള്ളാഹു മനുഷ്യന്റെ മനസ്സിൽ വെച്ചുകൊടുത്തൊരു സ്നേഹമാണ്. സ്നേഹിക്കണ്ട എന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പയും സ്നേഹിക്കും മക്കളെ. പക്ഷെ മക്കൾ തിരിച്ചു കൊടുക്കുന്നത് ഇബാദത്താണ്. അത് മക്കൾ ഡെലിബറേറ്റ്ലി ചെയ്യുന്ന പണിയാണ്. ഉമ്മാക്കും വാപ്പാക്കും മക്കളെ സ്നേഹിക്കാൻ പണിയില്ല. എന്തേ? അവരെ സ്നേഹിച്ചിരിക്കും, അങ്ങനെയാണ്. നേരെ മറിച്ച് തിരിച്ചാ സ്നേഹം മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് ഇബാദത്താണ്. അത് മക്കൾ ചെയ്യണം.
അതൊരു പക്ഷേ ജന്മനാ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഖുർആൻ മക്കളോട് മാതാപിതാക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. എന്തു പറഞ്ഞില്ല? മാതാപിതാക്കളോട് പറഞ്ഞിട്ടില്ല മക്കളെ സ്നേഹിക്കാൻ. അത് പറഞ്ഞാലും ഇല്ലെങ്കിലും അവർ സ്നേഹിക്കുന്ന ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, മോനെ മാസിൽതു മസ്റൂറൻ ബിക, നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു മോനെ, മുൻദു വഹബകല്ലാഹു ലീ, എനിക്ക് അല്ലാഹു നിന്നെ തന്നയിടം മുതൽ. മക്കളില്ലാത്തവർക്ക് റബ്ബേ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാഹ്. മക്കളെ നൽകിയവർക്ക് റബ്ബേ ആ മക്കളിൽ കൺകുളിർമയെ സന്തോഷത്തെ കൊടുക്കണേ റബ്ബേ. മക്കൾ രോഗികൾക്ക്